തുടർച്ചയിൽ ബംഗാൾ ആവർത്തിക്കരുതെന്ന് CPIM പ്രവർത്തന റിപ്പോർട്ടിൽ മുന്നറിയിപ്പ്. പാർട്ടിയാണ് അധികാര കേന്ദ്രമെന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കരുത്. ജനങ്ങളുമായി ഇടപെടുന്നതിൽ പോരായ്മകളുണ്ട്. തുടർ ഭരണം സംഘടനാ ദൗർബല്യങ്ങൾ ഉണ്ടാക്കിയെന്നും പ്രാദേശിക വിഭാഗീയത ഇപ്പോഴും പാർട്ടിയിൽ നിലനിൽക്കുന്നുവെന്നും CPIM സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. സോഷ്യൽ മീഡിയ ഫാൻസിനെ കൂട്ടാൻ മാത്രമാകരുത് എന്ന് യുവ നേതാക്കൾക്ക് നിർദ്ദേശമുണ്ട്. സമ്മേളനത്തിൽ പൊതുചർച്ച ഇന്ന് നടക്കും. അർജുൻ രാജ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ രാജ്, ഈ പ്രവർത്തന റിപ്പോർട്ടിലെയും സംഘടനാ റിപ്പോർട്ടിലെയും കൂടുതൽ കാര്യങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒപ്പം സംഘടനാ ദൗർബല്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ആരുടെയെങ്കിലുമൊക്കെ പേര് പരാമർശിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും കമ്മിറ്റികളെ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ടോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അർജുൻ? ലക്ഷ്മി, ദീർഘമായിട്ടുള്ള വിമർശനവും സ്വയം വിമർശനവും അടങ്ങുന്നതാണ് പാർട്ടിയുടെ സംഘടനാ പ്രവർത്തന റിപ്പോർട്ട്. ഏതൊക്കെ മേഖലകളിൽ തിരുത്തലുകൾ വരുത്തണമെന്ന് കൃത്യമായി എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സംഘടനാ റിപ്പോർട്ട് ഇന്നലെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബംഗാൾ പാഠമാക്കണം എന്ന് സംഘടനാ റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് ബംഗാളിലെ സ്ഥിതി കേരളത്തിലുണ്ടാക്കാത്ത തരത്തിൽ പ്രവർത്തനം വേണമെന്നാണ് പാർട്ടി സംഘടനാ റിപ്പോർട്ടിൽ MV ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഭരണ തുടർച്ച ബംഗാളിൽ ഉണ്ടാക്കിയ വീഴ്ച അത് കേരളത്തിൽ ആവർത്തിക്കരുത്. പാർട്ടിയാണ് അധികാര കേന്ദ്രമെന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കരുതെന്ന നിർദ്ദേശമാണ് സംഘടനാ റിപ്പോർട്ടിൽ MV ഗോവിന്ദൻ മുന്നോട്ട് വയ്ക്കുന്നത്. പാർട്ടി അംഗങ്ങൾ വിനീതദാസന്മാരായിട്ട് വേണം ജനങ്ങളോട് സംസാരിക്കാനെന്ന നിർദ്ദേശമുണ്ട്. തുടർ ഭരണം സംസ്ഥാനത്തെ സംഘടനാ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തിയെന്ന സ്വയം വിമർശനവും സംഘടനാ റിപ്പോർട്ടിൽ ഉണ്ട്. ഭരണമുള്ളതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനത്തിലേക്ക് മെമ്പർമാർ പോകാത്ത സാഹചര്യമുണ്ടെന്ന വിമർശനമാണ് ഈ സംഘടനാ റിപ്പോർട്ടിൽ ഉള്ളത്. ഒപ്പം അങ്ങനെ അത്തരത്തിൽ പാർട്ടി പ്രവർത്തനം അത്ര സജീവമാകാത്തത് കൊണ്ട് തന്നെ നേതാക്കൾ ജനങ്ങളിൽ നിന്ന് അകലുന്ന സാഹചര്യം ഉണ്ടായെന്ന് ഈ സംഘടനാ റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. തുടർ ഭരണം ജനങ്ങളെ ആകർഷിച്ചപ്പോൾ ജനങ്ങൾ പാർട്ടിക്കാർ ഈ ജനങ്ങളിൽ നിന്ന് അകലുകയാണ് ഉണ്ടായത്. അതായത് സർക്കാരുമായി ഒരു ബന്ധം അടുത്തു, പക്ഷേ പാർട്ടിയും ജനങ്ങളും തമ്മിലുള്ള ബന്ധം അത്ര ഊഷ്മളമായിരുന്നില്ല. അത് കുറെ കൂടി അകലുന്ന സാഹചര്യം ഉണ്ടായെന്നാണ് സംഘടനാ റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നത്. നേതാക്കൾക്ക് ജനസ്വാധീനം ഇല്ലാതായെന്ന വിമർശനം ഉണ്ട്. വോട്ട് കണക്ക് പോലും തെറ്റുന്നത് ജനങ്ങളുമായി ബന്ധമില്ലാത്തതിൻ്റെ തെളിവാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിനോട് ചേർന്ന് CPM ഒരു കണക്ക് മുന്നോട്ട് വെക്കാറുണ്ട്. എത്ര വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടാകുമെന്നുള്ള ഒരു കണക്ക് പാർട്ടിക്ക് ഉണ്ടാകാറുണ്ട്. പണ്ടൊക്കെ അത് കൃത്യമായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് പാർട്ടി കണക്കും ലഭിക്കുന്ന വോട്ടും തമ്മിലുള്ള അന്തരം ഈ പറയുന്ന ജനങ്ങളും പാർട്ടിക്കാരും തമ്മിലുള്ള അകൽച്ചയുടെ തെളിവായി കാണണമെന്നാണ് സംഘടനാ റിപ്പോർട്ട് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ടത് സംഘപരിവാറിൻ്റെ കടന്നുവരവ്, അതുണ്ടാക്കുന്ന വളർച്ച അതിനെ ഗൗരവത്തോടെയാണ് സംഘടനാ റിപ്പോർട്ട് സമീപിക്കുന്നത്. BJPക്ക് വോട്ടിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്നുള്ളത് കണക്കുകളിൽ വ്യക്തമാണ്. അത് CPMനെ ഇല്ലാതാക്കാനാണ് സംഘപരിവാറിൻ്റെ ദീർഘകാല പദ്ധതി ഉള്ളത്. അതുകൊണ്ട് അതിനെ ഗൗരവത്തോടെ കാണണം. ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടി സ്വാധീനമുള്ള ഇടങ്ങളിൽ നിന്ന് പോലും സംഘപരിവാറിന് കൃത്യമായി വോട്ടുകൾ ചോരുന്നുവെന്നുള്ള ഗൗരവമായിട്ടുള്ള വിമർശനം കൂടി സംഘടനാ റിപ്പോർട്ടിൽ ഉണ്ട്. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് RSS നടത്തുന്ന ഇത്തരം കൂട്ടായ്മകളും പരിപാടികളുമൊക്കെ അതിനെയൊക്കെ ഗൗരവത്തോടെ കാണണം. ഒരു ഘട്ടത്തിൽ പാർട്ടിക്കാർ ഈ പറയുന്ന അമ്പലങ്ങൾ അല്ലെങ്കിൽ ആരാധനാലയങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കേണ്ടതില്ലെന്ന് CPM തീരുമാനിച്ചതാണ്. പക്ഷേ അതുണ്ടാക്കിയ അപകടം അവിടേക്കാണ് RSS കടന്നു വരികയും ഈ കമ്മിറ്റികളിലൊക്കെ അംഗങ്ങളാവുകയൊക്കെ ചെയ്ത് അതൊരു സ്വാധീനം ഉണ്ടാക്കാനുള്ള വഴിയായി RSS തിരഞ്ഞെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ഉള്ളത്. അതായത് ഇത്തരം കേന്ദ്രങ്ങൾ, ആരാധനാലയ കേന്ദ്രങ്ങളൊക്കെ CPMന്റെ കൂടി അംഗങ്ങളുടെയൊക്കെ ഭാഗമാക്കാനുള്ള നീക്കം നടത്തണമെന്ന നിർദ്ദേശമാണ് സംഘടനാ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പാർട്ടി വോട്ടുകൾ പോലും BJPയിലേക്ക് ചോർന്നു പോകുന്നുവെന്നുള്ള സ്വയം വിമർശനം ഗൗരവമായി തന്നെ സംഘടനാ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉദാഹരണം ഈ തൃശ്ശൂർ സീറ്റ് BJP നേടിയതിൽ ഗൗരവമായിട്ടുള്ള പരിശോധന വേണം. അത് കോൺഗ്രസിൻ്റെ വോട്ടാണ് ചോർന്നതെന്ന് CPM ആവർത്തിക്കുമ്പോൾ പോലും അതൊരു ഗൗരവമായിട്ടുള്ള വിഷയമായി കാണണം. ഇത്തരത്തിൽ BJP ജയിക്കാനുള്ള സ്വാധീനം എങ്ങനെ ഉണ്ടായെന്നുള്ള ഉൾപ്പെടെ കാര്യങ്ങൾ ഗൗരവമായി ചിന്തിക്കണമെന്നാണ് ഈ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത്. പ്രാദേശികമായി വിഭാഗീയതയുണ്ടെന്ന് പാർട്ടി ഇപ്പോഴും കരുതുന്നുണ്ട്. പ്രാദേശികമായി ചില നേതാക്കളൊക്കെ ഇപ്പോഴും ഈ വിഭാഗീയതയുടെ പിടിയിലാണെന്ന സ്വയം വിമർശനം പാർട്ടി സെക്രട്ടറി അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രാദേശികമായി ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ അതിൻ്റെയൊക്കെ കാരണം ഈ തരത്തിലുള്ള വിഭാഗീയതയാണ്. അത് പാർട്ടി അംഗങ്ങൾ തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്ന വിമർശനം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് സംഘടനാ റിപ്പോർട്ടും പ്രവർത്തന റിപ്പോർട്ടും പൂർത്തിയാക്കുന്നത്. ശരി.